ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങ കിച്ചടിയാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ചെറുനാരങ്ങ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇതിന് വേണ്ടി ഞാനൊരു 5 ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. പത്ത് മിനിറ്റ് വരെ ഇരിക്കും. ഈ നാരങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. ഈ നാരങ്ങ നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് കുറച്ച് ഉപ്പിട്ട് തിരുമ്മി വയ്ക്കാം. എൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറി വരണം. നാളെ ഞാനൊരു പച്ചടിയാക്കുകയുള്ളൂ. ഒരു രാത്രി മുഴുവൻ ഉപ്പ് തിരുമ്മി അടച്ചു വെച്ചിരിക്കും. ഇത് കിച്ചടിക്ക് വേണ്ടിയിട്ട് ഇന്നലെ തയ്യാറാക്കി വെച്ച നാരങ്ങയാണിത്. ഉപ്പ് പുരട്ടി വെച്ചിരുന്ന നാരങ്ങയാണിത്. അപ്പോൾ ഇതിന് ബാക്കിയുള്ള സാധനങ്ങൾ പുളിയില്ലാത്ത തൈര്, തേങ്ങാപ്പാൽ, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കടുക് വറുക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ആദ്യം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഉടച്ചു വെച്ചിരുന്ന തൈരാണ്. 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇതിൻ്റെ പുളിയും കയ്പ്പ്, നാരങ്ങയുടെ കയ്പ്പും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇതിലിട്ടേക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് കടുക് വറുത്തിടാം. നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന നാരങ്ങയായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കടുക്, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അങ്ങനെ നമ്മുടെ ചെറുനാരങ്ങ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് പണ്ട് സദ്യയിലൊന്നും ഇത് ഉണ്ടായിരുന്ന ഒരു വിഭവമല്ല. ഇപ്പോൾ ഇത് സദ്യയിലൊക്കെ ചിലയിടത്തൊക്കെ കണ്ടുവരുന്നുണ്ട്.